എല്ല് ഇപ്പോൾ ഉദാഹരണം എല്ലെടുക്കുക. എല്ല് നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കും. ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവും. അതുകൊണ്ട് നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആ എല്ല് വേരോട് അടിയിന്ന് മാന്തിയെടുത്ത് കളഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഈ മുടി ഉണ്ടാകുക എന്നത്, കൂടുതൽ മുടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ മുമ്പ് ആളുകൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് അതാണ് അതിൻ്റെ കാരണം. അതായത് വലക്കത് കറംന ബനി ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ്റെ അടക്കം ചെയ്യപ്പെട്ട ഭൂമി മ്ലേച്ഛമാക്കാൻ പാടില്ലാത്തതാണ് എന്ന് കിട്ടും. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ മ്ലേച്ഛമാക്കുന്നത് പിൽക്കാലത്ത് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. അപ്പോൾ ഖബർസ്ഥാനിനൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഖബർസ്ഥാൻ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സാധാരണ ചെയ്യുന്ന രീതി എന്താ? ആ മയ്യത്തും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും കംപ്ലീറ്റ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തുകൊണ്ടുപോയി മറവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ നെഗറ്റീവ് നീക്കം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കണക്കുകളെ നമ്മളൊരു വീടുണ്ടാക്കി വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചൊക്കെ ഒരു വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് താമസം ആരംഭിക്കുമ്പോൾ ഇത്തരം പൈശാചികത എന്നെല്ലാം പറഞ്ഞേക്കാം. അപ്പോൾ ഒരാൾ പറയും ആ മൂല ഒന്ന് പൊളിച്ച് പണിതാൽ ശരിയാകും. മറ്റൊരാൾ പറയും നിങ്ങളുടെ ഈ ചവിട്ടുപടി ഇതെത്ര, ഇത് എണ്ണി നോക്കിയിട്ട് വീട് ആദ്യം വന്ന് നോക്കുമ്പോൾ തന്നെ ഇത് 3, ഇത് 3 അല്ല 4 ഉണ്ട്, നിങ്ങൾ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഒരു വീടുണ്ടാക്കുന്നവനെ വിഷമിപ്പിച്ച് അവൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലാക്കുന്ന, ഇനി വീടുണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഈ കണക്കുകൾ വരുന്നു. ശരിക്കും അങ്ങനെ ഒരു കഷ്ടപ്പെടുത്തലിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ശരിക്കും അതെങ്ങനെയാണ് പരിഹാരം? ഇല്ല. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും ഈ നിയമമൊക്കെ പാലിച്ചുകൊണ്ട് വീടുണ്ടാക്കണമെങ്കിൽ ഒരു 10 ഏക്കർ ഭൂമി അതിൻ്റെ നടുവിലൊരു വീട് വെക്കേണ്ടി വരും. ഇതിൻ്റെ ആളുകൾ തന്നെ പറയണത് 50% ക്ലിയർ ആക്കാനാണ്. അല്ലാതെ അതിൻ്റെ പിന്നാലെ അങ്ങനെ ഓടി നടക്കേണ്ട കാര്യമോ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമോ ഒരു പ്ലാനും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ഒരു 50% ക്ലിയർ ആക്കുക, ഒന്നും നോക്കാതിരിക്കേണ്ട, ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാത്ത അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചോദിച്ച സ്റ്റെപ്പിൻ്റെ കാര്യം, ഇതൊക്കെ വിഷയങ്ങളെ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തേ കാല് വെച്ചാണ് ഇറങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് 1ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇടത്തേ കാല് വെച്ചു. 2ാമത്തെ സ്റ്റെപ്പ് വലത്തേ കാല് വെച്ചാൽ ഇനി വെക്കാൻ പോകുന്നത് ഇടത്തേ കാലാണ്. അത് പുറത്തേക്കായിരിക്കണം, അതിനനുസരിച്ച് സ്റ്റെപ്പ് ഇടണം. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് നിലത്തേക്കായെങ്കിലേ ഇടത്തേ കാല് വെക്കാൻ കഴിയുള്ളൂ. ഇത് ഇങ്ങോട്ട് കയറുമ്പോഴും ബാധകമാണ്. ആദ്യം നമ്മൾ വലത്തേ കാല് വെച്ചിട്ട് കയറും 1ാമത്തെ സ്റ്റെപ്പിൽ, 2ാമത്തേമോ ഇടത്തേത് വെക്കും. ഇനി 3ാമത്തത് ഉള്ളിലേക്കാവണം, അപ്പോഴേ വലത്തേ കാല് ഉള്ളിലേക്കാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ സംഗതി എന്ന് പറയുന്നത്. പുറത്തിറങ്ങുമ്പോൾ ഇടത്തേത്. അപ്പം ഇനി നമ്മൾ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 4 നിർത്തരുത്. കാരണം 4 നിർത്തുമ്പോൾ ഈ പറഞ്ഞ അത് തെറ്റും. പിന്നെ 5 നിർത്താവും. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് ഭൂമിയിലേക്ക് വെക്കുന്നത് ഇടത്തേതായിരിക്കണം. അകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് ഫസ്റ്റിൽ വെക്കുന്നത് വലത്തേതായിരിക്കണം. ഇത് വരുന്ന തരത്തിൽ സ്റ്റെപ്പ് ക്രമീകരിക്കുന്നതിനാണ് ഈ പറഞ്ഞത്. പിന്നെ ചില പേരുകളാണ് ഇതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന് കാരണം. ചില പഴയ രചനകളൊക്കെ, പഴയ റെക്കോർഡുകൾ, രേഖകളൊക്കെ പരിശോധിച്ചാൽ ഇതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന ചില പേരുകൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പം ചില ദേവന്മാരെ പേരൊക്കെ ആയിക്കാരം. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ അങ്ങനെ കൺഫ്യൂഷൻ ആകുകയാണ്. വാസ്തവത്തിൽ അത് അന്നത്തെ ഒരു ലാംഗ്വേജ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ കേരളീയ വാസ്തുശാസ്ത്രം എന്ന ഒരു സംഭവം നിലവിലുണ്ട്. ഒരുപക്ഷെ എത്ര ദൈവമില്ല എന്ന് പറയുന്നവരും അല്ലെങ്കിൽ ഇതിനകത്തൊന്നും കാര്യമില്ല എന്ന് പറയുന്നവരും ഒരു വീടുണ്ടാക്കാൻ നേരത്ത് രഹസ്യമായെങ്കിലും ചില കണക്കുകളൊക്കെ നോക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ചില അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഈ കേരളത്തിലോ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ? വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം കണക്ക് നോക്കലൊക്കെ ഉണ്ടോ? വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതായത് നിർമ്മാണ കല പുരോഗമിച്ച കാലഘട്ടം ഏകദേശം ഒരു AD 600 ശേഷമാണ് നിർമ്മാണ കലകൾ പുരോഗമിച്ചിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ നിർമ്മാണത്തിന് രീതികളും അതിന് അളവുകളും അതിന് കണക്കുകളും എല്ലാം നിലവിലുണ്ട്. ബുദ്ധന്മാരുടെ കൈവശമായിരുന്നു ഇത്തരം അളവുകളും കാര്യങ്ങളൊക്കെ പ്രചാരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ചില അറേബ്യൻ വാസ്തുവിദ്യകളുണ്ട്. ഉസ്മാനിയ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പല കണക്കുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ഉസ്മാനിയ വാസ്തുവിദ്യ എന്ന് പറയും. ഇങ്ങനെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെയുള്ള നിർമ്മാണ രീതികളുണ്ട്.
അവിടെയും ഇവിടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അവിടുത്തെ എൻജിനീയറിങ് ഈ തത്വങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആദ്യമേ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. നമ്മുടെ നാട്ടിലെ എൻജിനീയറിങ് ഈ മതപരമായ കാഴ്ചപ്പാടിനെ ഉൾപ്പെടുത്താതെയാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഈ കണക്കുകളും കാര്യങ്ങളും അന്ധവിശ്വാസമായി മാറപ്പെട്ടത്. ഇത് വേറെ പരിശോധിക്കേണ്ടി വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 16-ാം നൂറ്റാണ്ടോട് കൂടെയാണ് ഇത്തര പ്രചാരത്തിൽ വാസ്തുവിദ്യ വന്നിട്ടുള്ളത് എന്ന് കാണാം. ഇന്ത്യയിൽ അറേബ്യൻ വാസ്തുവിദ്യയെയും ഭാരതീയ വാസ്തുവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ അക്ബർ ചക്രവർത്തി വലിയ ശ്രമം നടത്തിയതായി കാണാം. അവരുടെ ശ്രമത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഒരുപാട് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. പേരെടുത്ത് പറയപ്പെട്ട അത്ഭുതങ്ങളിൽ പെടുന്ന ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അവരുടെ ശ്രമഫലമായി ഉണ്ടായതാണ്. ഈ സമന്വയ വാസ്തുവിദ്യയെ ഉപയോഗപ്പെടുത്തിയാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിന് മുഗിള വാസ്തുവിദ്യ എന്ന് പിൽക്കാലത്ത് പറയപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇനി ഇതല്ലാത്ത വാസ്തുവിദ്യകൾ, ചൈനീസ് വാസ്തുവിദ്യകളുണ്ട്. ഫൂങ് ഷോയി എന്ന് പറഞ്ഞിട്ടൊരു വാസ്തുവിദ്യയുണ്ട്. അത് നമ്മളിപ്പോൾ നിർമ്മിക്കുന്നതിന് മുമ്പ് കണക്കുകളൊക്കെ ശരിയാക്കുക ചെയ്യുക. ഫൂങ് ഷോയിൽ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ അതവിടെ വെക്കുക, ഇതിവിടെ വെക്കുക, അങ്ങനെയുള്ള ശരിപ്പെടുത്തലാണ് അതിലുണ്ടാകുക. ഭാരതീയ വാസ്തുവിദ്യ ഇന്ന് വളരെയധികം പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചില അടിസ്ഥാനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ നിർമ്മാണ കലകൾ വന്നിട്ടുള്ളത് എന്ന് കാണാം. ഭാരതത്തിലേക്ക് വന്നിട്ടുള്ള ബ്രാഹ്മണർ വഴിയാണ് വാസ്തവത്തിൽ അവർ ബീഹാറിലായിരുന്നു വന്നത്. ബീഹാറിൽ വന്ന ബ്രാഹ്മണർ വഴിയാണ് വാസ്തുവിദ്യ ഭാരതത്തിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഏകദേശം അതുണ്ട്. പക്ഷേ ഈ ദിക്കുകളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നിടത്ത് ബീഹാറും കേരളവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ ഇന്ന് വേർതിരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഇതിൻ്റെ ഒരു പരിമിതിയായി നിലനിൽക്കുന്നുണ്ട്. ആ പരിമിതി കൂടി പരിഹരിച്ചുകൊണ്ട് വേണം ഇത്തരം കണക്കുകളും കാര്യങ്ങളും നോക്കാനും ഒപ്പിക്കാനും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കേരളീയ സാഹചര്യത്തിൽ ഏകദേശം 19-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യാലയ ചന്ദ്രിക എന്ന കാണിപ്പയ്യൂർ നമ്പൂതിരിയുടെ ഒരു പുസ്തകം വന്നതോടുകൂടിയാണ് വളരെ പ്രചാരത്തിൽ ഈ വിഷയം കേരളത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ സ്വപ്നം കണ്ട് പ്രതീക്ഷാപൂർവ്വം നിർമ്മിക്കുന്ന വീട്, ആ വീട്ടിലെ അസ്വസ്ഥതകളൊക്കെ കണക്ക് തെറ്റിയത് കൊണ്ടും ഒക്കെയാണെന്നുള്ള ആ ഒരു സംഭവം നിലനിൽക്കുമ്പോൾ തന്നെ താങ്കളിൽ നിന്ന് ഇത്തരമൊരു കണക്കും കാര്യങ്ങളും അതിനെ പിന്തുണയാകുന്ന ഒരുപാട് വസ്തുക്കളും പറഞ്ഞപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കന്നിമൂല, അത് വലിയ പ്രശ്നമാണ്. കന്നിമൂലയിൽ ബാത്റൂം വന്നതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്, അല്ലെങ്കിൽ കന്നിമൂലയിൽ ബാത്റൂം വന്നതുകൊണ്ടാണ് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം, എന്താണ് ഈ കന്നിമൂല? അതിന് വല്ല പ്രാധാന്യമുണ്ട്? വളരെ ചർച്ചകൾ നടന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വിശാലമായി പറയേണ്ട ഒരു ഏരിയയാണത്. ഞാനിങ്ങനെ ചുരുക്കി പറയാം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് വിറ്റാൽ കന്നിമാസത്തിലാണ് പൈസ കിട്ടുക. കന്നിമാസത്തിൽ പൈസ കിട്ടിയാൽ വീട് പണി തുടങ്ങുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് പഴമക്കാർ വീട് പണി ആരംഭിച്ചിരുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈ വീട് പണി തുടങ്ങുന്നത് കന്നിമാസത്തിലായതുകൊണ്ട് തുടങ്ങണ മൂലക്ക് കന്നിന്ന് പേരിട്ടു എന്നുള്ളതാണ് അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പേര് വന്നത് അങ്ങനെയാണ്, അല്ലാതെ അതിലൊന്നുമില്ല. രണ്ടാമത് പിന്നെ ആ മൂലക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നാണ്. ആ മൂലക്ക് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്ന്, വീട്ടിലേക്ക് ശുദ്ധവായുവിൻ്റെ വരവ്, പ്രത്യേകിച്ച് കേരളീയ സാഹചര്യത്തിൽ ശുദ്ധവായുവിൻ്റെ വരവുള്ളത് പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് നിന്നാണ്. അപ്പോൾ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടായാൽ സൂര്യപ്രകാശം തട്ടുകയും അതിലെ എയറിന് വലിയ നിലയിലുള്ള പ്രഷർ വരികയും ക്ലോസറ്റിലൂടെ അത് വീട്ടിലേക്ക് വരികയും വീട്ടിലുള്ള ആളുകൾക്ക് അസുഖമുണ്ടാവാൻ സാധ്യതയുമുണ്ട് എന്ന ഒരു നോർമൽ ഫിലോസഫി ഏതായാലും അതിലുണ്ട്. അപ്പോൾ അക്കാര്യമാണ് നമുക്ക് ഒറ്റടിക്ക് പറയാവുന്നത്. പിന്നെ വിശദമായി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം.